നമസ്കാരം. SCV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എളമരം കരീമിനെതിരെയുള്ള കേസ് അവസാനിപ്പിക്കുന്നത് ബാർ കോഴ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. ദേശീയപാതയിൽ ചന്ദ്രാപ്പനിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. നാട്ടിക ബീച്ചിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് സ്ത്രീക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. എളമരം കരീമിനെതിരെയുള്ള കേസ് അവസാനിപ്പിക്കുന്നത് ബാർ കോഴ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച നിലപാട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോമിനേഷനിൽ ഒപ്പിടാൻ പോലും ആളില്ലാത്തതുകൊണ്ടാണ് 2000-ഓളം സീറ്റിൽ BJP മത്സരിക്കാത്തതെന്നും V മുരളീധരൻ പറഞ്ഞു. ഈ ഡിവിഷനുകളിൽ ആരെയും സഹായിക്കുന്ന നിലപാട് BJP സ്വീകരിച്ചിട്ടില്ല. ബാർ കോഴ കേസ് വിഷയത്തിൽ നിയമപരമായി നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് BJP ആലോചിക്കുന്നുണ്ട്. പാലക്കാട് നഗരസഭയടക്കം നിരവധി സ്ഥലങ്ങളിൽ BJPയെ തോൽപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ധാരണയിലെത്തിയിട്ടുണ്ട്. SNDPയുമായി സംസ്ഥാന തലത്തിൽ സഖ്യമുണ്ടാക്കിയിട്ടില്ല. SNDPയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് VSന് മനസ്സിലായത് SNDPയും മോഡിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജോൺ തുവൽ, സെക്രട്ടറി KC അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. കേരളത്തിൽ കാലാകാലങ്ങളായി അധികാരത്തിലേറുന്ന UDF LDF മുന്നണികളെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് V മുരളീധരൻ. BJP വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ ശക്തമായ സാന്നിധ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന് തുല്യമാകും. സംഘടനാപരമായ പ്രവർത്തനത്തെക്കാൾ കേരളത്തിലെ മാറിയ സാഹചര്യങ്ങളാണ് BJPയുടെ മുന്നേറ്റത്തിന് ഇടയാക്കിയത്. മുന്നോക്കക്കാരും പിന്നോക്കക്കാരും ഒരുപോലെയാണ് ഇത്തവണ BJPക്കൊപ്പം അണിനിരക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. 4.5 പതിറ്റാണ്ടുകളായിട്ട് രണ്ട് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണികളാണ് ഭരിക്കുന്നതെങ്കിലും ഫലത്തിൽ കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ശക്തികളാണ് എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും വ്യക്തമായിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് മുസ്ലിം ലീഗ്, മറ്റൊന്ന് കേരള കോൺഗ്രസ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉണ്ട്. ഭരണം അവരുടെ കൈകളിലാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാരടക്കം സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഭരണത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ അത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണ് എന്ന് കോൺഗ്രസ്സുകാരടക്കം സമ്മതിക്കുന്നു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഔപചാരികമായിട്ട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇല്ല. പക്ഷേ അപ്പോഴും ഭരണത്തെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ, മുസ്ലിം ലീഗ് സംരക്ഷിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ. ആ രാഷ്ട്രീയ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടൊരു ഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. BJP വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ്, സേവ്യൻ പള്ളത്ത്, സർജു തോയക്കാവ്, KV വിശ്വനാഥൻ തുടങ്ങിയവരും സംസാരിച്ചു. മരോട്ടിച്ചാലിൽ യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. മരോട്ടിച്ചാൽ സ്വദേശി വരിക്കപ്പറപ്പൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്ന ഷാജിയാണ് അറസ്റ്റിലായത്. പ്രതിയുടെ സഹോദരനെതിരെ പരാതി കൊടുത്ത വിദ്വേഷത്തിൽ മരോട്ടിച്ചാൽ സ്വദേശിയായ സുരേഷ് എന്നയാളെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. 2010-ൽ ഒല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായത്. ഈ കേസിൽ ഒളിവിൽ കഴിഞ്ഞവരവെ മരത്താക്കരയിൽ നിന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള LP സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. ദേശീയപാത 17-ൽ ചന്ദ്രാപ്പനിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മൂവാറ്റുപുഴ സ്വദേശി അനുരാഗും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നു. നിയന്ത്രണം വിട്ട കാറ് ചന്ദ്രാപ്പനിയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റാണ് ഇടിച്ചു തകർത്തത്. കാറിന്റെ മുൻഭാഗം ഇടിയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. നാട്ടിക ബീച്ചിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് സ്ത്രീക്ക് പരിക്കേറ്റു. നാട്ടിക ബീച്ച് ഫിഷർമെൻ കോളനിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് തെങ്ങ് നടുമുറിഞ്ഞ് ഓടിട്ട വീടിന്റെ മുകളിലേക്ക് വീണത്. സമീപത്തെ വീട്ടുപറമ്പിലെ തെങ്ങാണ് കടിഞ്ഞി ഗോപാലന്റെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണത്.
ഈ സമയം ഗോപാലന്റെ വീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്ന പുല്ലുവീട്ടിൽ കുട്ടിമോന്റെ ഭാര്യ മണിയുടെ തലയിലേക്ക് ഓടും നാളികേരവും വീണാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ പരിസരവാസികൾ ചേർന്ന് മണിയെ നാട്ടിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ഗോപാലന്റെ ഭാര്യ കല്യാണിയും അസുഖബാധിതയായ മകൾ ധന്യയും റൂമിലുണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് പരിക്കില്ല. വീട്ടിലെ ഫ്രിഡ്ജും മറ്റ് വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലപ്പാട് CI R രതീഷ് കുമാർ, SI PG മധു, അനിൽ പുളിക്കൻ, KP സുഗദാസ്, വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള.